ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ ലാസ്റ്റ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. റൂൾ 19. ഇത് നമ്മൾ വളരെ എളുപ്പം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതായത് സം നൗൺസ് ലൈക്ക് മീസ്ലസ്, മംസ്, റിക്കറ്റ്സ്, എയ്ഡ്സ്, ഡയബറ്റിക്സ്, ബില്ലിയാർഡ്സ്, ഡാർട്സ്, ഡ്രോട്സ്, എക്സെട്ര end in s but represent a single thing, hence they take a singular verbs. ഈ ചില രോഗങ്ങളായിട്ടുള്ള എയ്ഡ്സ്, ഡയബറ്റിക്സ്, മംസ്, റിക്കറ്റ്സ് ഒക്കെ എല്ലാം രോഗാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അത് എൻഡ് ചെയ്യുന്നത് എസ്സിലാണ്. അത് കൊണ്ട് തന്നെ നമുക്കിത് സിംഗുലർ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ: മീസ്ലസ് ഹാസ് സൈഡ് എഫക്ട്സ്. ബില്ലിയാർഡ്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഇത്തരം വാക്കുകളൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് റൂൾ 20 നമ്മൾ അടുത്ത സെക്ഷൻ മനസ്സിലാക്കാൻ പോവുകയാണ്. റൂൾ 20 പറയുന്നത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാകും. സപ്പോസിഷൻ സെൻറ്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് ഐ വിഷ്, ആസ് ഇഫ്, ആസ് ദോ, സപ്പോസ്, if and expressing certain unfulfilled desire. I wish, imagination always take a plural verbs in simple words. We can say that in such a sentence the subject, whether singular or plural, always take a plural verb. അതായത് സപ്പോസിഷൻ സെൻറ്റൻസ് ആയിട്ടുള്ള ഐ വിഷ്, ആസ് ഇഫ്, ആസ് ദോ എന്നിവ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അത് ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളിൽ മനസ്സിലാകും. അതായത് ഇഫ് ഐ വെയർ എ ഡോക്ടർ ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഹി ടോക്സ് ടു മീ ആസ് ഇഫ് ഹി വെയർ ദ പ്രൈം മിനിസ്റ്റർ. അവൻ എന്നോട് സംസാരിച്ചു പ്രൈം മിനിസ്റ്ററെ പോലെ. ഇത്തരം വാക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ലാസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന റൂൾ 21. Sometimes starting with a there can take a singular as well as plural verbs. We have to identify the subject after the word there and then choose the verb. അതായത് thereന് ശേഷം വരുന്ന ചില വാക്കുകളിൽ there ആദ്യം വരികയും thereന് ശേഷം വരുന്ന സബ്ജക്റ്റ് നോക്കിയായിരിക്കണം സിംഗുലർ വെർബാണോ പ്ലൂറൽ വെർബാണോ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. there is a ഉണ്ട് ഓർ ആറിൻ്റെ എനി മെസ്സേജ് ഫ്രം ഹിം. ഇവിടെ thereന് ശേഷം വന്നിട്ടുള്ള എനി മെസ്സേജ് എന്നുള്ളത് സിംഗിളറാണ്. അതുകൊണ്ട് ഇവിടെ ആൻസറായിട്ട് വരുന്ന ഈസിൻ്റെ. അതായത് there is not any message from him. there aren't or isn't message from him. ഇവിടെ thereന് ശേഷം മെസ്സേജ് എന്നുള്ള പ്ലൂറലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആറിൻ്റ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. there aren't messages from him. അത് നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ ഈ ലാസ്റ്റ് സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 21 സെക്ഷൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യനുകൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. എല്ലാവർക്കും ഈ വർഷം നമ്മൾ പഠിച്ച സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും പുതുവർഷത്തിൽ വരുന്ന എക്സാമും പഠനവും ശക്തമാക്കാനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് ഈ 2024 നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ഓക്കെ, താങ്ക് യു എവരിബഡി.